ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി പല പാവങ്ങളെ അച്ചയുടെ പല മുഖങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് അച്ചയുടെ പല പല മുഖങ്ങൾ. ഫോട്ടോ നല്ല മോണ്ട ഞാൻ ഇങ്ങനത്തെ ഇടും. നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയ സമയമൊന്നുമല്ല. എല്ലായിടത്തും വെള്ളം കയറി എല്ലാരും വിഷമിച്ച് ഒക്കെ ഇട്ടിരിക്കണേ. പിന്നെ നമ്മള് ഇനിയിപ്പോ നമുക്കൊരു ഭീഷണിയുണ്ട് മുല്ലപ്പെരിയാട്ട. നമ്മളിനി എത്ര വർഷം ദുരിതത്തിന്റെ അല്ല, അത് നമ്മ മുന്നിൽ കാണണം. പറയാൻ പറ്റില്ല. നമ്മളും ഈ പറഞ്ഞിട്ട് നമ്മൾ അവിടെയല്ലേ വെള്ളത്തിലായി പോണ എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അങ്ങനെയാണത്. അപ്പൊ നമ്മൾ ഉള്ള സമയം സന്തോഷിക്കുക. അധികൃതര് അത് എന്തെങ്കിലും നടപടി എടുക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാരും മുല്ലപ്പെരിയാട്ട പൊട്ടും പറഞ്ഞ് ഈ മഴക്കാലം വരുമ്പോ എപ്പോഴും നോക്കിയാലും മുല്ലപ്പെരിയാട്ട പൊട്ടും പറഞ്ഞ് ഭീഷണിപ്പെടുത്തില്ല, പേടിപ്പിക്കല്. നമ്മൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് ചെയ്യാന്നല്ല, മുന്നേ ചെയ്യാനുള്ളത് ചെയ്യണം. അതിന് ഇപ്പൊ എല്ലാരും മുൻകൈ എടുത്ത് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കണം. ഏതായാലും ഒരു മരണമുണ്ട്. അത് ഒരാള് മറ്റേ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് അയക്കാൻ വേണ്ടി ഒപ്പിടണമെന്നും പറഞ്ഞ് സ്കാൻ ചെയ്ത് വിടാൻ വേണ്ടിട്ട്, അത് ആരെങ്കിലും സ്കാൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതെ, നമുക്കൊരു പുതിയ ഡാം ഇത്ര പേരുടെ 20 ലക്ഷം പേരുടെ സൈന്യം തന്നെ ഇപ്പൊ എടുത്താല് ഇനിയുള്ള മക്കൾക്ക് അതൊരു ഇതാവുള്ളൂ. അല്ലാതെ നമ്മളൊക്കെ പോവും, ഇപ്പൊ പോയിക്കോട്ടെ. ഇനിയുള്ള തലമുറക്ക് ഇനി അവർക്ക് ഭീഷണിയാവും. കൂടി അടിച്ചു പോകും. അപ്പൊ നമുക്ക് ദുരന്തത്തിന്റെ അടുത്തായി കുറേ കിടന്നു വെച്ചാൽ അവര് ഉണർന്നു നിന്നപ്പോ നിറച്ച് മുറ്റത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. മണ്ണിന്റെ അടിയിലോട്ട് പോവാ, ചെളിയില് പോവാന്നൊക്കെ പറഞ്ഞാൽ എന്താ. ഏതായാലും നമ്മള് മരിക്കുമ്പോ മണ്ണിന്റെ അടിയിലോട്ട് പോകും. ഇത് ജീവനോടെ പോകുമ്പോഴത്തേക്ക് അത് ഭയങ്കര അടുത്തോലെ നമ്മൾ ഉണ്ടാവൂലേ. എന്താഘോഷം, നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാ മതി. അതിലാണ് നമ്മുടെ കാര്യം. മനസ്സിലായോ? അച്ഛൻ ഹാപ്പിയാണ്, അച്ഛൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പി. രാവിലെ ഒന്ന് ഉമ്മ അപ്പൊ അതിവില്ലാണ്ട് എന്റെ അടുത്തോട്ടൊക്കെ എന്റെ അടുത്തോട്ട് വരാറുണ്ട്. കളിയാക്കണാണ് നീ എന്നെ കളിയാക്കണേ. അതെ, അപ്പടുത്ത് വരും അമ്മടുത്ത് വരും നോക്കട്ടെ. അച്ഛനെടുത്ത് തരോ? ആരെടുത്ത് വരും? അച്ഛനെടുത്ത് തരോ? ആരെടുത്ത് വരും? അമ്മടുത്ത് വരും. അമ്മട് പൊന്നുവാ, അമ്മട് പൊന്നുവാ, ഇവള് നടുക്കിറങ്ങ. അമ്മടുത്തുണ്ട്, അമ്മടുത്തുണ്ട്. അപ്പൊ ഗൈസ്, അച്ഛയുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എല്ലാരും കണ്ടു കാണുമല്ലേ? ഇതാണിപ്പോ ഇപ്പൊ ഒരാഴ്ചയെങ്കിലും ആയിട്ടുണ്ടാവും ഇത് ചെയ്തിട്ട്. സൂപ്പർ ആയിട്ടില്ലേ? എല്ലാവരും പറയാൻ ഇഷ്ടപ്പെട്ടത്. പക്ഷെ എന്റെ പേഴ്സണൽ എനിക്ക് പഴയ കൂടെ ഇഷ്ടം. ഇപ്പൊ നമ്മ പള്ളി പോലെ ഇരിക്കണായിരുന്നു. അപ്പൊ ഇവിടെ ഒരാള് പോയിട്ട് വരാട്ടാ. കാച്ചിക്ക് പോയി ഫോട്ടോ എടുത്ത് വേഗം കൊടുത്ത്. പക്ഷെ ഇങ്ങനെ ഇരുന്നാലും വന്നു കഴിയുമ്പോ എന്റെ പൊന്നു വന്നരുവോ പിന്നെ ഫുള്ള് പരാതി പറച്ചിലായിരിക്കും. ശരിയാ
ഇരുന്ന് വാങ്ങിച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ പോവാൻ നേരത്തുള്ള ആയിരിക്കില്ല വരുമ്പോ. ഓക്കെ ഇസബു വലിയ ആളായിട്ടില്ല. എനിക്ക് കേക്കും കൊണ്ട് വന്നിരിക്കുന്നത്. എന്ത് കേക്കാ എങ്ങനെ വാങ്ങിയേക്കണം? ആ ചോക്കോനട്ടി കേക്ക്. ചോക്കോനട്ടോ? എത്തി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്തിയേക്കണം. എത്ര നേരമായി ഞങ്ങൾ നോക്കിക്കണം. ബ്ലോക്ക് നമ്മുടെ വഴിയുടെ കാര്യം മുകളില് മറ്റേ അത് കാണണം ഇത് കാണണം ആ വെറുതെ പാലത്തിലെ കുഴിയൊക്കെ അടച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാം തുറന്നു. കുഴി കാണാൻ പോയേക്കണം. കുഴി അടച്ച് ശരിക്കും കാണാം. അവിടെ കുഞ്ഞു പോ. ഇവിടെ സീരിയൽ നടന്നോണ്ടിരിക്കണ സീരിയല് കണ്ണീർക്കായലില്ലേ അച്ചു. എന്താണ് നല്ലല്ലേ? എന്താ ഇഷ്ടമില്ലേ പറ, ഇഷ്ടമില്ലേ പറ. എനിക്ക് കട്ട് ചെയ്യാനാ. അതിന് തോർത്തല്ലാതെ എന്റെ തോർത്ത് നശിപ്പിക്കല്ലേ. ഇപ്പൊ ആ കോലം വരുത്തി. എന്തോ സാധനം കണ്ടിട്ടുണ്ടോ? എന്താ പരിധനം കണ്ടിട്ടാ? എവിടെയാണ്? പുറത്ത്. എല്ലാവരും വിളി, കേക്ക് മുറിക്കാം. ഗൈസ് ഞാൻ സെലക്ട് ചെയ്ത ചോക്കോ കാഷ്യൂ നട്ട് കേക്ക്. എങ്ങാനും പറഞ്ഞ നീ അത് നക്കി നോക്കി തിന്നു നശിപ്പിക്കണോക്ക്. മുടിഞ്ഞോ ഞാൻ തിരുന്ന് നിനക്ക് എന്താ വേണ്ടേ? ഷോള കാണാ ബാ. തിളക്കത്തിലെ ദിലീപിലെ പോലെ. എന്താണ് അമ്മ മേടിച്ചു കൊടുത്ത വാച്ച്. അമ്മ വാങ്ങി തന്നു. ഇപ്പൊ ഈ വാച്ച കാര്യങ്ങൾ കെട്ടണ്ട. ഇപ്പൊ സ്മാർട്ട് വാച്ച് അല്ലല്ലോ. സ്മാർട്ട് വാച്ചിൽ എന്ത് വെറുതെ എന്താണ്ട് നീ കാണിക്കും. കയ്യില് ഗോൾഡൻ പല്ലി തേച്ചത് പല്ലില് ഗോൾഡൻ പല്ല. അതുപോലെ തന്നെ പല്ലിയൊക്കെ കൺട്രോള് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനോട് ഇന്ന് ദേഷ്യപ്പെടില്ലെന്ന്. അതാണ് ഞാൻ കൊറേ ഇന്നത്തെ ദിവസം കൺട്രോൾ ചെയ്ത് അച്ഛനോട് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു. ചൊച്ചല്ലാണ്ടാവും. അല്ല ഇന്ന് ദേഷ്യപ്പെട്ടിട്ടില്ല. അച്ഛനോട് ചോദിച്ചു നോക്ക്. ഞാൻ ദേഷ്യങ്ങൾ വന്നിട്ട് ഞാൻ കൺട്രോൾ ചെയ്യാൻ പോയിട്ട് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു ചോദിച്ചു. ഈ എന്താടി ക്യാമറയുടെ പുറയിക്കണം? അതെ ഇവിടെ ക്യാമറയുടെ പുറകിക്കണം ഒരാൾ കളിക്കുന്നത്. പിന്നെ ഞാനല്ലേ ക്യാമറമാൻ. ഇന്ന് ഒരു പണി ഒപ്പിച്ചിട്ട് വന്നിട്ടാണ് ആ എക്സലേറ്റർ ഒന്ന് ഓടി തലകുത്തി ഞങ്ങളിന്ന് ഓടി നോക്കിയതിനകത്ത് നിന്റെ അമ്മ തലമുത്തി വീഴാൻ പോയി. ക്ഷമ നശിച്ചു. ഞങ്ങള് ഇത് കിടക്കണോക്കെ രാജകുമാരി. ഫ്രണ്ട്സ് കേറി വാ മക്കളെ. എല്ലാവർക്കും കൊടുക്കണം. എനിക്ക് നമുക്ക് ബിസ്ക്കറ്റ് കൊടുക്കും. അങ്ങനെ ഗൈസ് അച്ഛന് 19 വയസ്സായിട്ടുള്ള ഒരു യുവതി ആയിരിക്കുന്നു. അച്ഛന് ഫാൻസ്. ഷോൾഡർ ഡൗൺ, സിൻ അപ്പ്. ഒറ്റക്ക് ഫോട്ടോ ഇല്ല. പേടിയാണ്. അതും എടുക്കുന്നുണ്ടാ?
കമോൺ. എന്ത് ചിക്കനാണ് ഇത്? ഇത് കാണുന്ന ഗോപിക കെസിയ, നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കാം ഒരു 2 പാത്രത്തില്. അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്. അതെ, എല്ല് മാറ്റിയേക്കാതെ. ഞാൻ ഇതൊക്കെ ചെയ്തല്ല. അത് ചെയ്തോണ്ട് തൽക്കാലം ഇത് വിടും. അതെ, സമാനമൊന്നുമില്ല. പറയാ കൊറേ നാളെ ഡ്രൈ മിൽക്ക് കഴിച്ചിട്ട് ഡ്രൈ ഓ നമ്മുടെ ചിക്കൻ നോക്ക്. അപ്പൊ ഇവിടെ തീറ്റ തുടങ്ങി കൈസ്. ഇവിടെ ചിക്കൻ കൊച്ചി നിങ്ങൾ നോക്കി അതെ എടുത്ത് കൊടുക്കണേ സാർ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്ത എല്ലാവർക്കും. കൊച്ചിനെ കവർ എടുത്ത് കൊടുത്തേടി. എടുത്തോടുത്തേടോ. ഈ സംഭവം ഞാൻ നേരത്തെ കാണിച്ചേ ബ്ലൂടൂത്തിന്റെ. അന്ന് എന്നാ പിന്നെ ഇതിനങ്ങോട്ട് ഞാനിപ്പോ മുടി അഴിച്ചിട്ട് ഇങ്ങനെ ഇട്ട് എല്ലാം അറിയണ്ട. ആ വയറ് കാണാലോ. കാണാമോ? ഇല്ല, ജസ്റ്റ് പെട്ടെന്ന് നോക്കുമ്പോ കാണൂലല്ലോ, മുടി പോലെയല്ലേ കിടക്കണം. അപ്പൊ എന്റെ ബസ്സിന് സൈഡിൽ ഇരിക്കണ ആന്റിമാരെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം. അപ്പൊ ഞാൻ ഒന്നും കേൾക്കൂല. മനസ്സിലായി? എപ്പടി കൊള്ള. മറ്റേ അത് തീർത്തോ. സാധാരണ ചേച്ചിമാര് ഉപയോഗിച്ച സാധനമാണ് അനിയത്തിമാരെടുക്കുന്നത്. പക്ഷെ ഇവിടെ നേരെ എല്ലാം തിരിച്ചാ. ഞാൻ ഉപയോഗിച്ച് കളഞ്ഞ സാധനം ഹേനെടുക്കും. അപ്പൊ എന്നെ ആവശ്യത എല്ലാവർക്കും കുറെ താങ്ക്സ്. നമുക്ക് നാളെ എന്ത് സംഭവിക്കും നമുക്കറിയാൻ പാടില്ലല്ലോ. അപ്പൊ ഇന്ന് കിട്ടുന്ന സമയം നമ്മള് പറ്റാവുന്ന രീതിയിൽ ചെയ്യുക എന്തെങ്കിലുമൊക്കെ. അല്ല, ഒരു ജീവിതമാവുന്ന ഒരു കപ്പലിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സന്തോഷവും ദുഃഖവും എല്ലാം ഉണ്ടാവും. പറ്റും എല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. ആ കപ്പലിൽ ഇങ്ങനെ ഒഴുകി പോയി കപ്പലിന്റെ എവിടെ എത്തിച്ചു? ജീവിതമാവുന്ന ഒരു കപ്പലിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ ഇന്ന് ദേഷ്യപ്പെടാൻ ഇത്ര നേരം നിൽക്കുന്നത്. കാണിക്കണത് നമ്മുടെ കുഞ്ഞാണിത്. നമ്മുടെ കുഞ്ഞ് ഞാൻ ഇവളുടെ ചേച്ചിനെ പോലെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ ചേട്ടനെ പോലെ ഇരിപ്പുണ്ടോ? ഞാൻ ചേച്ചിനെ പോലെ ഇരിപ്പില്ലേ? ചേട്ടനെ പോലെ അയ്യോ എന്താ മുട്ടായിയാണോ? എടി നീ ഇത് നല്ല കൊടുത്താടി. ഉള്ളതാണല്ലോ അല്ലേ? നമുക്ക് ഏത് കളർ തിന്നാം? നമുക്ക് കുറെ നാളായി ഇപ്പൊ മിഠായൊക്കെ തിന്നിട്ടില്ലേ? കാരണം ഏനക്ക് മുട്ടായി വെച്ച് അലർജി വരും. അലർജി ഒന്നുമില്ല. അലർജി ഉണ്ട്. ചോക്ലേറ്റ് വെച്ച് അലർജി ഉണ്ട്. പൊട്ടിച്ച് നോക്കട്ടെ, ഉള്ളിൽ എന്താ നോക്കട്ടെ. ചോക്ലേറ്റ് അകത്ത് ചോക്ലേറ്റ്. എന്റെ പേരും പറഞ്ഞ നിനക്ക് വാങ്ങി തിന്നാം. എന്താ നോക്കണേ? നിനക്കും വേണോ ഇനി എന്റെ മുട്ടായി? പുറത്ത് കറങ്ങി കുരുത്തം കെട്ടവളെ. കുരുത്തക്കേടാണ് എന്റെ പൊന്നെ. അച്ചുടെ മുടിയുടെ കഥ നമ്മൾ ടിവിയിൽ കാണാൻ പോയാണ്. ആ വീഡിയോ ഇന്ന് ഇട്ടത്. പക്ഷെ എനിക്ക് അത് കാണുമ്പോ ഭയങ്കര റിഗ്രറ്റ് അടിക്കും. എനിക്ക് കാണണം. കണ്ടിട്ട് പറ.
നമുക്ക് പഴയ കുറച്ച് കാലഘട്ടങ്ങളിൽ പോവാം. അയ്യോ വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ ഇവളുടെ ശരിക്കുള്ള മുടി. ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ